ഹായ് ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തുടക്കം തന്നെ ബ്ലൂ ടീ കൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ പോയി കുറച്ച് ശംഖുപുഷ്പം എടുത്ത് കൊടുന്ന് തിളപ്പിച്ചിട്ട് അതാണ് കേട്ടോ ഒന്ന് രാവിലെ തന്നെ കുടിക്കുന്നത്. രാവിലെ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വെള്ളം കുടിക്കുക പറഞ്ഞാൽ ചായ, പാൽ ചായ അല്ലെങ്കിൽ കട്ടൻ ചായയൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് കുടിക്കാം. പക്ഷേ വെള്ളം കുടിക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാ നോക്കുന്ന സമയത്താണ് എൻ്റെ ഡ്രസ്സും ടീയും ഒരേ കളറാണ് കേട്ടോ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് കുടിച്ചപ്പോഴാണെന്ന് ലെമൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പുളി ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് ലെമണ് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇതാ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ കളറ് മാറുന്നുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് സാധാ നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ. നാരങ്ങ പിഴിയുമ്പോൾ നമ്മൾ സാധാ വെള്ളത്തിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചാൽ എങ്ങനെ അതുപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ആ ഒരു ഇത് ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ കുടിക്കാറുള്ളൂ. അതിനുശേഷം ഞാനിതാ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്ലീനിങ് ഉണ്ട് പുറത്ത്. ഞാൻ ഇതിൻ്റെ മുന്നിട്ട വീഡിയോൻ്റെ മുമ്പെടുത്ത വീഡിയോ ആണത്. പക്ഷെ അപ്ലോഡ് ചെയ്തപ്പോൾ അതാണ് കേട്ടോ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഈ പ്ലാന്റ്സ് ഒക്കെ ഇവിടുന്ന് മാറ്റാണ് കേട്ടോ. കാരണം അതിൻ്റെ അടിയിൽ കുറേ ഉറുമ്പ് വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ വന്ന് കിടന്നാൽ അറിയില്ലല്ലോ, നമുക്ക് കുട്ടികളൊക്കെ കളിക്കണമൊക്കെ അല്ലേ. അപ്പം ഞാൻ അവിടുന്ന് ആ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്ലാന്റ്സ് ഒക്കെ ഞാൻ അവിടുന്ന് പറിച്ച് വേറൊരു പോട്ടിലല്ല കുറേ പോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഈ പോട്ടിലാണ് കേട്ടോ ഞാൻ ഫുള്ള് പ്ലാന്റ്സും മാറ്റി വെച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെച്ചല്ലേ ഉള്ളൂ, അപ്പോൾ മണ്ണ് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫുള്ളൊന്ന് നനച്ച്. അതിന് ശേഷം ഞാൻ അവിടേക്ക് ഒരു മാറാല തട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൂടുതലായിട്ട് അങ്ങനെ കൂട് കൂട്ടിയേ വരും. വല കൂട് എന്നൊക്കെ പറയുന്നുണ്ട്, വല ഉണ്ടാക്കും. അപ്പോൾ അത് അവിടേക്കൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫാനിലും നിറയെ പൊടിയുണ്ട്. അപ്പോൾ അതും കൂടെ തുടയ്ക്കുകയാണ്. കാരണം പണി ചെയ്ത് തുടങ്ങിയ പിന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അത് കാരണം രാത്രി ആയാലും ഒന്ന് വൈകിട്ടാണെങ്കിലും നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാൻ വിചാരിച്ചിട്ട് ഇതുപോലൊരു സോക്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തുടയ്ക്കുന്നത്. ഇതുപോലൊരു സോക്സ് വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് പൊടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ താഴത്ത് ഒരു ക്ലോത്ത് വിരിച്ചിട്ടുണ്ട് ബെഡിൽ. എന്നാലും ഈ സോക്സ് കൊണ്ട് തുടയ്ക്കുമ്പോൾ മാക്സിമം വീഴില്ല. ഇതുകൊണ്ട് തുടച്ചിട്ട് വേറൊരു സോക്സ് നനച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഫാനിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആറ്റംബർഗിൻ്റെ ഫാനാണ്. അപ്പോൾ ഇതിൽ പൊടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഫാനിൻ്റെ കറക്കത്തിന് കുറച്ച് തകരാറുകൾ ഉണ്ടാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പൊടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫാന് അതിൻ്റെ സ്പീഡ് കൂടുക അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഫാന് ഇതിൽ കുറച്ച് പൊടി ഉണ്ട്, ഇതിലല്ല ഹോളത്തേലാണ് അങ്ങനെ കൂടും കുറയും ചെയ്തിരിക്കണം. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തുടച്ചിട്ടുണ്ട്. ഫുള്ള് ഫാനും തുടച്ചിട്ടുണ്ട്. 3 ഫാന് തുടച്ചിട്ടുണ്ട്. മുകളിലത്തെ ഫാന് തുടക്കി എനിക്ക് എത്തില്ല, അത് ഏറ്റവും ഹൈറ്റിലാണ്, അതുകൊണ്ട് എത്തില്ല. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഏകദേശമൊക്കെ ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന്